ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. മുത്തശ്ശൻ ജലജയെ നോക്കി പറയുന്നുണ്ട്, ഇന്നത്തെ ഈ ചടങ്ങിന് അവൻ പങ്കെടുത്തില്ലെങ്കിൽ അവനെ ഞാൻ ഈ വീട്ടിൽ കയറ്റത്തില്ല, ഇനി ഒരിക്കലും ഇതിനകത്ത് കയറ്റത്തില്ല എന്നൊക്കെ പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, അവൻ മുല്ലപ്പൂ മേടിക്കാൻ പോയതല്ലേ എന്ന്. ആർക്കറിയാം എന്ന് ഉടനെ നവിയേയും പറയുന്നുണ്ട്. മുല്ലപ്പൂ മേടിക്കാൻ പോകുന്നതിന് ഇത്ര സമയം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതായിരുന്നെങ്കിൽ നേരത്തെ മേടിക്കുകയും ചെയ്യാമായിരുന്നല്ലോ, ഇതിപ്പോൾ അവൻ വേറെ എന്തോ ആവശ്യത്തിന് പോയതാണെന്ന് പറയും. ആ സമയത്ത് അഭി വന്ന വണ്ടി നിൽക്കുന്നതിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ ആദർശൊക്കെ പറയുന്നുണ്ട് അഭിയാണെന്ന് തോന്നുന്നെന്ന്. അപ്പോൾ അഭി പേടിച്ചാണ് കയറി വരുന്നത്, മുഖമൊക്കെ ഒരുമാതിരി വിറച്ചിരിക്കുന്ന പരുവത്തിലാണ് വരുന്നത്. അന്നേരം എല്ലാവരും ചോദിക്കുന്നുണ്ട്, നീ എവിടെയായിരുന്നു ഇത്ര നേരം എന്ന് ചോദിക്കുന്ന ഉടനെ പറയും, അത് ഞാൻ മുല്ലപ്പൂ മേടിക്കാൻ പോയായിരുന്നു എന്ന് പറയുന്നുടനെ മുത്തശ്ശൻ പറയും, മുല്ലപ്പൂവിൻ്റെ പേരും പറഞ്ഞാണ് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്ന കാര്യം ശരിയാണ്, പക്ഷേ നിൻ്റെ കൈ മുല്ലപ്പൂ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അത് മുത്തശ്ശൻ ഞാൻ ഒരുപാടിടത്ത് തിരക്കി കിട്ടിയില്ലെന്ന് പറയും. ഇവിടെ കള്ളം പറയുമ്പോഴത്തേന് അതനുസരിച്ചൊക്കെ പറയണ്ടേ എന്ന് മുത്തശ്ശനും ചോദിക്കുന്നുണ്ട്. അല്ല അത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൽ ഉടനെ മുത്തശ്ശി പറയും, ഇനി ദൈവത്തെ കൂട്ടുപറടിച്ച് കള്ളം പറയാനൊന്നും നോക്കണ്ട, നീ എന്തിനാ പോയെന്നുള്ള കാര്യം ഇവിടെ ആർക്കും അറിയത്തില്ല, എന്തോ കള്ളത്തിന് പോയതാണെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയും. നിനക്ക് മുല്ലപ്പൂ വേണമായിരുന്നെങ്കിൽ നീ ഇന്നലെ മേടിച്ചു വെക്കണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇവിടെ ആരുടെയും രാവിലെ പറഞ്ഞിരുന്നെങ്കിൽ അവർ മേടിച്ചുകൊണ്ട് വരത്തില്ലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരത്തേന് ഉടനെ അനി പറയുന്നുണ്ട്, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മേടിച്ചുകൊണ്ട് വന്നേനെ വല്ലോ എന്ന്. ഉടനെ ആദർശ് നയനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നയനെ നീ ഇങ്ങനെ വന്നേ, ഒരു കാര്യം പറയാനാണെന്ന് പറയും. ഉടനെ ദേവേന ചോദിക്കും, എന്തിനാ അവളെ വിളിച്ചുകൊണ്ട് ഇപ്പം പോകുന്നത്, ഇവിടെ ഇപ്പം എല്ലാവരുടെ മുമ്പ് വെച്ച് പറയാൻ പറ്റാത്ത എന്ത് കാര്യമാണ് നിനക്കിപ്പം അവളോട് പറയാനുള്ളതെന്നൊക്കെ ചോദിക്കും. ഉടനെ ജയൻ ചോദിക്കുന്നുണ്ട്, ഭർത്താവിന് ഭാര്യയോട് എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അത് മാറി നിന്ന് പറയുന്നതിൽ എന്താ തെറ്റെന്ന് ചോദിക്കും. അതിനകത്ത് നീ എന്തിനാ കയറി ഇടപെടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദർശ് അമ്മ ഞാനിപ്പം വരാമെന്ന് പറഞ്ഞ് നയനെയും വിളിച്ചുകൊണ്ട് മേലിലോട്ട് അങ്ങ് കയറി പോകുന്നുണ്ട്. ഉടനെ ദേവയാനി പറയുന്നുണ്ട്, അവൾ വലിയ ഡിസൈനറൊക്കെ അല്ലേ, അവൾ വരച്ച ഡിസൈൻ കാരണം ഇവിടെ കുറേ ലക്ഷങ്ങൾ കമ്പനിക്ക് ലാഭവും കിട്ടി, അതൊക്കെ കാരണം എല്ലാവരോടും കൂടി അവളെ എടുത്ത് തലയെ വെച്ചിരിക്കുകയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട്, അതിനെന്താ മോള് ഡിസൈൻ വരച്ചത് വഴി അവൾക്ക് കാശ് കിട്ടി, നിനക്ക് അതുപോലെ വരച്ചങ്ങോട്ട് സാമ്പത്തികം ഉണ്ടാക്കി തന്നുകൂടെ എന്നൊക്കെ ചോദിക്കും. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേന് ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട്, എൻ്റെ മോള് നല്ല ഡിസൈനർ ആകുന്നതിലും അതുവഴി കമ്പനിക്ക് ലാഭം ഉണ്ടാകുന്നതിലൊക്കെ എല്ലാവരെക്കാട്ടിലും സന്തോഷം എനിക്ക് തന്നെയാണ് അമ്മയെന്ന്. ദേവയാനിയുടെ അഭിനയമൊക്കെ ഗോവിന്ദനും കനകയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. രണ്ടുപേർക്കും ചിരിയൊക്കെ വരുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുകയാണ്. മുത്തശ്ശൻ അഭിയെ വഴക്ക് പറയുമ്പോഴത്തേന് അഭി പറയുന്നുണ്ട്, എല്ലാവരും എന്നെ തന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ്, ഇതേ ഇവിടെ ഒരുത്തം നിൽപ്പുണ്ടല്ലോ, അവൻ്റെ ഭാര്യയാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തു പോലും ഇല്ലല്ലോ എന്ന് പറയും. അപ്പോൾ അനി പറയും, നിൻ്റെ തെറ്റുകൾ മൂടി വെക്കാൻ വേണ്ടി നീ എന്നെ പഴിയാറാനൊന്നും പോകണ്ട എന്ന് പറയുന്നത്. മുത്തശ്ശൻ പറയുന്നുണ്ട്, രണ്ട് പേരുടെയും ഭാഗത്ത് തെറ്റുകളുണ്ട്, അത് നോക്കിയും കണ്ടുമൊക്കെ എല്ലാവരും ജീവിക്കണമെന്നും പറയും. റൂമിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേന് ആദർശ് നയനയോട് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ചൂടാൻ വേണ്ടി കുറച്ച് മുല്ലപ്പൂ മേടിച്ച് തന്നില്ലായിരുന്നു, ആ മുല്ലപ്പൂ നീ എടുത്ത് നവിക്ക് കൊടുക്കാൻ പറയും. അത് ആദർശേട്ടൻ നമ്മളങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അഭിയെ അപമാനിക്കുന്നതിന് തുല്യമാകുകയില്ലെന്ന് ചോദിക്കും. അതിനുവേണ്ടി തന്നെയാണ് കൊടുക്കാൻ പറഞ്ഞത്, അവൻ ചെയ്തു കൊടുക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മളാണ് ചെയ്തു കൊടുക്കുന്നതെന്ന് അവന് തോന്നണം, അങ്ങനെയെങ്കിലും അവനൊന്ന് മാറാൻ ശ്രമിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേന് നയന പറയുന്നുണ്ട്, എന്നാലും അഭി കൊണ്ട് കൊടുക്കുന്ന ആ മുല്ലപ്പൂവിൻ്റെ ആ ഒരു സന്തോഷമൊന്നും നവിയേച്ചിക്ക് നമ്മൾ കൊടുക്കുന്ന മുല്ലപ്പൂ കിട്ടുമ്പോൾ ഉണ്ടാകില്ലല്ലോ എന്ന് പറയും. അത് സാരമില്ല, എന്തൊക്കെയായെന്ന് പറഞ്ഞാലും നമ്മളെങ്കിലും മേടിച്ചു കൊടുത്തല്ലോ എന്നുള്ളൊരു സന്തോഷം അവൾക്ക് ഉണ്ടാകുമല്ലോ എന്ന് പറയും. അഭിയുടെ സ്വഭാവം എന്തായാലും മാറ്റാനൊന്നും നമ്മളെക്കൊണ്ട് പറ്റത്തില്ല, ഇന്ന് തന്നെ അവൻ മുല്ലപ്പൂവിനാണ് പുറത്തു പോയെന്നുള്ള കാര്യം നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കും. എനിക്ക് ഉറപ്പില്ല, അവൻ വേറെ എന്തോ കാര്യത്തിന് പോയതാണെന്ന് പറയും. അവന് ഒന്നുകിൽ വല്ല സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വല്ല പെണ്ണ് കേസുമായിരിക്കും, അതിന് ഏതിലോ അവൻ ചെന്ന് പെട്ടിട്ടുണ്ട്, അത് അവൻ്റെ മുഖം കാണുമ്പോഴേ അറിയാമെന്ന് പറയും. വന്ന് കയറിയപ്പം തന്നെ അവൻ്റെ മുഖം നീ ശ്രദ്ധിച്ചായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം നയന പറയുന്നുണ്ട്, ശരിയാണ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു പറയും. എന്തൊക്കെയായാലും സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ പെണ്ണ് കേസാകാതിരുന്നാൽ മതിയായിരുന്നു, അത് ചേച്ചിക്ക് എങ്ങനെ താങ്ങും, ചേച്ചി ആയതുകൊണ്ട് മാത്രം ഇതൊക്കെ സഹിച്ച് നിൽക്കുന്നത്, ഇങ്ങനെ ബോൾഡാകാൻ ചേച്ചിക്ക് സാധിക്കത്തുള്ളെന്നൊക്കെ പറയും. ഇനി എന്തായാലും നീ നിൻ്റെ ചേച്ചിയോട് പറയണം കുറച്ചുകൂടെ ബോൾഡാകാൻ, കാരണം അവൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടായാലും അവൻ മാത്രമേ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകത്തുള്ളെന്നും നവിയും കുഞ്ഞും ഇവിടെ കാണുമെന്നുള്ള കാര്യം അവന് തോന്നണം, അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യേണ്ടത്. 10 തലമുറയ്ക്ക് ജീവിക്കാനുള്ള മുതൽ ഈ അനന്തപുരി തറവാട്ടിലുണ്ട്, അതുകൊണ്ട് നവിക്കും കുഞ്ഞിനും ഒരിക്കലും കഷ്ടപ്പെടേണ്ടി വരില്ല, പക്ഷേ അവൻ
കുറച്ച് ഭയപ്പെട്ട് ജീവിക്കുന്നത് തന്നെയാണ് നല്ലത്. അവൾ നീ ആ മുല്ലപ്പൂ എടുത്തുകൊണ്ട് താഴോട്ട് വരാൻ പറഞ്ഞ് ആദർശം ഇറങ്ങി പോകുന്നുണ്ട്. നയനെ ആ മുല്ലപ്പൂ എടുത്തുകൊണ്ട് ആദർശിൻ്റെ കൂടെ താഴേക്ക് വരും. എന്നിട്ട് ആ മുല്ലപ്പൂ കൊണ്ടുവന്ന് നവ്യയുടെ തലയിൽ ചൂടുന്നുണ്ട്. എന്നിട്ട് പറയും ഇനിയിപ്പോൾ മുല്ലപ്പൂ ഇല്ല എന്നുള്ള സങ്കടം വേണ്ടാന്ന്. മുല്ലപ്പൂ ചൂടിക്കഴിയുമ്പോഴത്തേന് നവ്യ അഭിയെ ഒന്ന് നോക്കുന്നുണ്ട്. ദേഷ്യപ്പെട്ടാണ് നോക്കുന്നത്. അത് കാണുമ്പോഴത്തേനും മുത്തശ്ശൻ പറയും, കണ്ടോ മോള് ദേഷ്യപ്പെട്ട് നോക്കിയത് എന്തിനാണെന്ന് നിനക്കറിയാവോ? നീ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ നയനെ മോള് ചെയ്തിരിക്കുന്നത്. നീ ഒരു മുല്ലപ്പൂനാന്ന് പറഞ്ഞ് പോയിട്ട് ഈ വീട്ടിൽ വന്ന് കയറിയ സമയം അറിയാമല്ലോ. ഇനിയിപ്പോൾ അത് മേലിൽ ആവർത്തിച്ചേക്കരുതെന്നൊക്കെ പറയും. പിന്നെ ചടങ്ങുകളൊക്കെ തുടങ്ങുകയാണ്. മുത്തശ്ശി പറയും മുത്തശ്ശനോട് ആദ്യമേ മധുരം എടുത്ത് കൊടുക്കേണ്ടത് മുത്തശ്ശനാണെന്ന്. അങ്ങനെ മുത്തശ്ശനും കൊടുക്കും. മുത്തശ്ശിയും ദേവയാനിയും ജാനകിയും ജയനും അജയനും എല്ലാവരും മധുരമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാലും ആകെ ടെൻഷനാണ് അഭിക്ക്. അഭിയുടെ മനസ്സിൽ മുഴുവൻ അനഘ പറഞ്ഞ വാക്കുകളൊക്കെയാണ്. ഇനിയിപ്പോൾ ഇവൾ പോയ പുറകെ ഇനി അവൾ കുഞ്ഞുമായിട്ട് വന്ന് കീറുമോ എന്നുള്ള ടെൻഷനാണ് അഭിക്ക്. അന്നേരം അതിനിടയ്ക്ക് അനി ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് നന്ദുവിന്. നന്ദു ഇന്നിട്ടുകൊണ്ട് വന്നിരിക്കുന്ന ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്. അനി ഉടനെ അയച്ച മെസ്സേജ് നന്ദു എടുത്ത് നോക്കുന്നുണ്ട്. നന്ദുവിന് ചിരിയൊക്കെ വരുന്നുണ്ടെങ്കിലും പുഞ്ചിരിച്ചിട്ടൊക്കെ അങ്ങ് നിൽക്കുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി മോള് വീട്ടിൽ പോയെന്ന് പറഞ്ഞാലും നീ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് മോളെ കാണുകയും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തിരിക്കണമെന്ന് പറയും. അന്നേരത്തേന് അഭി പറയും, അതിനെന്താ മുത്തശ്ശൻ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട്, ഞാൻ ചെയ്യുമെന്ന് പറയും. അത് പറയേണ്ട ആവശ്യമുണ്ട്. വേറെ ആരോടാണെങ്കിലും അവരോട് പറയേണ്ട ആവശ്യമില്ല. അവരതെല്ലാം നോക്കിയും കണ്ട് ചെയ്യും. പക്ഷെ നീ ആയതുകൊണ്ട് അത് പറഞ്ഞു തന്നെ തരണം. അല്ലെങ്കിൽ നീ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഒരു കാര്യം, ഇനി ആണെങ്കിലും മോള് പോയിട്ട് കുഞ്ഞുമായിട്ട് തിരിച്ചു വരിക തന്നെ ചെയ്യും. പിന്നെ നിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാൽ നീ മാത്രമേ ഈ വീട്ടിൽ നിന്ന് പുറത്താകത്തുള്ളൂ കേട്ടോ എന്ന് പറയും. ചടങ്ങൊക്കെ കഴിയുമ്പോഴത്തേന് അനി പറയുന്നുണ്ട്, ഇനി എല്ലാവരും ഒന്ന് ചേർന്ന് നിന്ന് ഞാനൊരു ഫോട്ടോ എടുക്കട്ടെന്ന്. എന്നിട്ട് അനി എടുക്കുന്ന ഫോട്ടോ മുഴുവൻ നന്ദുവിൻ്റെയാണ്. ആ കൂട്ടത്തിൽ കനകയും കൂടെ കിട്ടുന്നുണ്ടെന്നേ ഉള്ളൂ. വേറെ ആരുടെയും ഫോട്ടോ എടുത്താൽ കാണിക്കുന്നേ ഇല്ല. നന്ദുവിൻ്റെ കുറേ ഫോട്ടോ എടുക്കുന്നുണ്ട്. സന്തോഷത്തോടെയാണ് നിന്ന് അനി ആ ഫോട്ടോ എടുക്കുന്നത്. ചടങ്ങ് കഴിഞ്ഞ് അഭി അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അഭിക്ക് ആകെ ടെൻഷനാണ്. അന്നേരത്തേനും മുത്തശ്ശിയും ജലജ അങ്ങോട്ട് വരും. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയത്? നീ ഈ ലോകത്തൊന്നും അല്ലല്ലോ നിൽക്കുന്നത്. അവിടെ ഇരുന്നപ്പോൾ സമയത്ത് പോലും നീ എന്തൊക്കെയോ ടെൻഷനിലായിരുന്നല്ലോ എന്നൊക്കെ പറയും. അന്നേരം ജലജ പറയും, അമ്മ എല്ലാവരോടും കൂടി ഇവനെ ഇങ്ങനെ അങ്ങ് വളഞ്ഞിട്ട് ആക്രമിക്കാതെ. ഇതിന് മാത്രം എന്ത് തെറ്റാ അവൻ ചെയ്തെന്ന് പറയും. ഇവൻ ഇന്നത്തെ ചടങ്ങിന് ചെയ്ത തെറ്റുകളൊന്നും നിനക്കറിയത്തില്ലേ എന്ന് ചോദിക്കും. ഇവൻ ആ സമയത്ത് മുല്ലപ്പൂനാന്ന് പറഞ്ഞ് പുറത്തു പോയി. എന്നിട്ട് എപ്പോഴാണ് വന്നത്? ഗോവിന്ദനെയും കനകയൊക്കെ അപമാനിക്കുന്നതിന് തുല്യമല്ലായിരുന്നു ഇന്ന് ഇവൻ ചെയ്ത പ്രവർത്തികളെന്നൊക്കെ ചോദിക്കും. അന്നേരം അതൊന്നും ജലജയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അപ്പോഴത്തേന് അഭി പറയുന്നുണ്ട്, അത് മുത്തശ്ശി ഞാൻ അമ്പലത്തിൽ കയറാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ട, നീ ഇനി ദൈവത്തെ തൊട്ട് കള്ളം പറയാനൊന്നും പോകണ്ട. നിൻ്റെ സ്വഭാവം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ഓർത്തോണം, നവ്യ മോളും കുഞ്ഞും പ്രസവം കഴിയുമ്പോൾ ഇവിടെ തന്നെ കാണുകയും ചെയ്യും. നീ വല്ല പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നീ മാത്രമേ പുറത്ത് പോകത്തുള്ളൂ എന്നുള്ള കാര്യം നീ ഓർമ്മയിൽ വെച്ചോണോ എന്നൊക്കെ പറയും. അത് ഇവനെ എല്ലാവരും മനസ്സിലാക്കാഞ്ഞിട്ടല്ലേ അമ്മേ എന്നൊക്കെ പറയും. എന്നെ ഒന്ന് മനസ്സിലാക്കുന്ന അഭിയും പറയുന്നുണ്ട്. ആണ് പറയും, നിന്നെ ശരിക്കും മനസ്സിലാക്കി അതിരിക്കുന്നതാണ് നല്ലത്. അത്രയ്ക്ക് കൊള്ളുകയില്ലാത്ത സ്വഭാവമല്ലേ നിൻ്റെത്. മുത്തശ്ശനാണെങ്കിൽ നിന്നെ ശരിക്കും മനസ്സിലാക്കിയാൽ നീ ഈ വീട്ടിൽ പോലും കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അങ്ങ് ശരിക്കും ദേഷ്യപ്പെടുന്നുണ്ട്. അവനെ അഭിയോട് പറയുന്നുണ്ട്, പിന്നെ നീ ചെന്ന അഭിയമോളെ ഒന്ന് ആശ്വസിപ്പീര്. നീ കാരണം ആ കുട്ടി ഇന്ന് ഒരുപാട് സങ്കടപ്പെട്ടായിരിക്കുന്നത് എന്നൊക്കെ പറയും. ഉടനെ അഭി അങ്ങോട്ട് ചെല്ലുകയാണ്. അന്നേരം ജലജ പറയും, അമ്മ എന്തിനെ എപ്പോഴും ഇങ്ങനെ അവനെ മാത്രം വഴക്ക് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരെ പറയും, നിൻ്റെ അല്ലേ മോൻ, നിൻ്റെ സ്വഭാവം കാരണമാണ് നിൻ്റെ ഭർത്താവ് നിന്നെ ഇട്ടേച്ച് പോയത്. അതുപോലെ ഇനി അവനെയും കൂടെ നീ വഷളാക്കി വളർത്തിയെടുത്തിരിക്കുക. ഇനി അവനെ ഒന്ന് നീ നന്നാക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് ജലജയും വഴക്ക് പറഞ്ഞിട്ടാണ് മുത്തശ്ശി അങ്ങ് ഇറങ്ങി പോകുന്നത്. നവ്യ റൂമിൽ ചെന്ന് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അന്നേരമാണ് അഭി അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ഉടനെ അഭിയോട് നവ്യ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, കണ്ടോ നീ എനിക്ക് മേടിച്ച് തന്നില്ലെങ്കിലും എൻ്റെ അനിയത്തി എനിക്ക് മുല്ലപ്പൂ മേടിച്ച് തന്നത് ഇങ്ങനെയാടാ സ്നേഹമുള്ളവർ ചെയ്യുന്ന. അല്ല നിന്നെ പോലല്ല. നീ എന്നെ എന്തുമാത്രമായി 7 മാസമായിട്ടും വിഷമിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. ഉടനെ അഭി പറയുന്നുണ്ട്, നീ ഇങ്ങനെ ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയൊക്കെ ചെയ്യാതെ ഇന്ന് 7 മാസമായിക്കോട്ടെ നീ പോകാൻ നേരത്തെ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടെന്നൊക്കെ പറയും. നീ ഇങ്ങനെ അഭിനയിക്കുകയൊന്നും വേണ്ട. എനിക്കറിയാം നിൻ്റെ മനസ്സ്. 7 മാസത്തിലായിട്ട് പോലും നീ എന്നെ ഒരിക്കൽ പോലും കെയർ ചെയ്തിട്ടേ ഇല്ല, സ്നേഹിച്ചിട്ടുമില്ല. പിന്നെ നീ എന്തടവൊക്കെ എൻ്റെ മുമ്പിൽ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ഒരു ഓർമ്മ പോലും നിനക്കില്ല. നീ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയല്ലേ. ഇന്ന് തന്നെ നീ എന്തെല്ലാം പറഞ്ഞാൽ നീ പുറത്ത് പോയത്. വേറെ എന്തോ കാര്യത്തിന് പോയതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനായിട്ട് വീണ്ടും പ്രശ്നത്തിനൊന്നും വരുന്നില്ല എന്ന് പറയും. നീ ഇങ്ങനെ സങ്കടപ്പെടാതെ, എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹമുണ്ടെന്നൊക്കെയാണ് അഭി പറയുന്നത്. അന്നേരം അറിയും, നീ നിനക്ക് മാത്രം സ്നേഹമുണ്ടെന്ന് എന്നോട് പറയരുത്. വേറെ ആര് പറഞ്ഞാലും ഞാനതങ്ങ് വിശ്വസിച്ചേനെ. നിൻ്റെ മനസ്സിൽ ഒരിക്കലും സ്നേഹമില്ല. നീ നിൻ്റെ അമ്മയെ ആരെയും
വിളിക്കത്തുമില്ലെന്നൊക്കെ പറയും. എന്നാലും നീ രാവിലെ എവിടെ പോയതായിരുന്നെന്ന് ചോദിക്കുന്നുണ്ട് നവ്യ. അന്നേരം അത് ഞാൻ ഒരാളെ കാണാൻ പോയതായിരുന്നൊക്കെ ഇങ്ങനെ പറയും. നിനക്ക് എന്താ പ്രശ്നം, നിൻ്റെ മുഖത്ത് ഭയങ്കര ടെൻഷനാണല്ലോ എന്ന് ചോദിക്കും. ഉടനെ അഭി പറയുന്നുണ്ട് എനിക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന്. നിനക്കെന്താ ഇത്ര സാമ്പത്തിക പ്രശ്നങ്ങൾ? നീ എൻ്റെ ഒരു കാര്യങ്ങളും ചെയ്ത് തരാറില്ല, പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങളും നീ ചെയ്യാറില്ല, പിന്നെ നിനക്കെന്താ ഇതിന് മാത്രം പ്രശ്നങ്ങളെന്ന് ചോദിക്കും. അതെനിക്ക് കുറച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒക്കെ മേടിച്ചതായിരുന്നു, അത് കാരണമാണ്, അതാണ് എൻ്റെ ആകെയുള്ള ടെൻഷൻ. നീ ഇപ്പോൾ ഇനി ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കാതെ സങ്കടപ്പെടാതൊക്കെ ചെന്ന് ഫ്രഷായിട്ട് വാ, പോകാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ ചേർത്തൊക്കെ പിടിക്കുന്നുണ്ട് അഭി ഇങ്ങനെ നവ്യെ ഒരു പൊട്ടിയായതുകൊണ്ട് അതെല്ലാം അങ്ങ് വിശ്വസിച്ച് സ്നേഹത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. കനക വന്ന് നന്ദുവിനോട് പറയുന്നുണ്ട്, മോൾ ശ്രദ്ധിച്ചായിരുന്നോ, നയനമോളും ദേവയാനിയും കൂടെ തമ്മിൽ എന്തൊരു അഭിനയമാണ്. രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലായിട്ട് പോലും നമ്മുടെ മുമ്പിൽ വഴക്കുണ്ടാക്കുന്നു, വഴക്ക് പറയുന്നു, എന്തൊരു പ്രകടനങ്ങളൊക്കെ നടത്തുന്നു. നമുക്കിതൊന്ന് പൊളിക്കണ്ടേ എന്ന് ചോദിക്കും. അപ്പം നന്ദു പറയും, നമുക്കിത് പൊളിച്ചെടുക്കാം അമ്മയെന്ന് പറയും. അതിന് എന്താ ഒരു വഴി എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നതെന്നുണ്ടെ കനക പറയുന്നുണ്ട്. അതിന് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നമുക്ക് പോകുമ്പോഴത്തേന് നയനേച്ചിയും കൂടെ അങ്ങ് കൊണ്ടുപോകാമെന്ന് പറയും. അത് നടക്കുമോ എന്ന് ചോദിക്കും. അത് നമുക്ക് നടത്തിയെടുക്കണം, നയനേച്ചി നമുക്ക് കൂടെ കൊണ്ടുപോയേക്കാമെന്ന് പറയും. ശരിയെന്ന് പറഞ്ഞ് ആ പ്ലാൻ വർക്ക് ചെയ്യാമെന്നുള്ള പരുവത്തിലാണ് കനക നിൽക്കുന്നത്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.